അദ്ദേഹത്തിന് ജനനം ഉണ്ടല്ലോ, ആ ജനനം തന്നെ വലിയൊരു അത്ഭുതമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അച്ഛന്റെ പേരെന്താ? ആർക്ക് പറയാൻ പറ്റും? എന്താ അവളെ? കായ് അബ്ദുറഹ്മാൻ. ഉമ്മയുടെ പേരോ? കുഞ്ഞാത്തുമ്മ. അപ്പൊ കായ് അബ്ദുറഹ്മാന്റെയും കുഞ്ഞാത്തുമ്മയുടെയും 4 മക്കളിൽ മൂത്തവനായിട്ടാണ് വൈക്കം മുഹമ്മദ് ജനിച്ച് ഭൂമിയിലേക്ക് വീഴുന്നത്. അപ്പൊ ചോദിക്കും, എല്ലാരും ഭൂമിയിലേക്കല്ലേ വീഴുന്നത്? അല്ല, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജനനത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹത്തിന് ഉമ്മ, ഈ കുഞ്ഞാത്തുമ്മ 10 മാസം ഗർഭിണിയായിരിക്കുന്ന സമയം. അപ്പൊ അച്ഛന്റെ പണി മരപ്പണിയാണ്. അപ്പൊ രാവിലെ തന്നെ അച്ഛൻ പണിക്ക് പോകാൻ നിൽക്കുമ്പോ തന്നെ ഉമ്മാട് പറഞ്ഞു, എടി നീ 10 മാസം ഗർഭിണിയാണ്, നീ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോളാം, ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞിട്ട് ഉമ്മയെ വീട്ടിലാക്കിയിട്ട് ഇയാള് പണിക്ക് പോകും. ഉമ്മ എന്താ ചെയ്തത്? ചെറിയൊരു ഓലപ്പുരയാണ്, ഒരു ചെറിയ ഓലപ്പുരയിലാണ്. അപ്പൊ ഉമ്മ എന്താ ചെയ്തെന്ന് വെച്ചാല് ഈ അടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പോലെ ഗ്യാസ് അടുപ്പ് എന്നല്ല, ആ നിലത്ത് അടുപ്പിനിടയ്ക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് പിന്നെ ഈ കഞ്ഞി ഉണ്ടാക്കുക. അപ്പൊ ആ കഞ്ഞി ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഉമ്മ ഉറങ്ങിപ്പോയി. ഞെട്ടി അറിഞ്ഞപ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? വീടിന് മുഴുവൻ തീ പിടിച്ചിട്ടുണ്ട്. ആ തീ അങ്ങോട്ട് വന്നിട്ട് താൻ ഉടുത്തിരിക്കുന്ന തന്റെ വസ്ത്രത്തിലേക്കും തീ പടരുന്നെന്ന് അറിഞ്ഞപ്പോ ഉമ്മ ഞെട്ടി അറിഞ്ഞിട്ട് 10 മാസം പ്രായമുള്ള അമ്മയാണ്, ഗർഭിണിയായ അമ്മയാണ്. എങ്ങനെയൊക്കെയോ ഓടി വീട്ടിന്റെ മുറ്റത്തേക്ക് അങ്ങ് ഓടിച്ചെന്ന് അങ്ങോട്ട് വീണു. എവിടെ വീണെന്നറിയോ? മുറ്റത്തേക്ക് പാത്രമൊക്കെ പഠിക്കാൻ വേണ്ടി മുമ്പിൽ വല്ല വാഴയൊക്കെ നടില്ലേ, നമ്മുടെ വീട്ടിൽ മുറ്റത്ത് പാത്രം പഠിക്കുന്നത്, ആ വാഴയുടെ ചോട്ടിലേക്ക് അങ്ങോട്ട് തെറിച്ചങ്ങോട്ട് വീണു. ആ വീഴുന്ന വീഴ്ചയിൽ പ്രസവിച്ചു. ബാപ്പക്ക് എന്തോ ഒരു സംശയം, വീട്ടിലിപ്പോ എന്തോ അനിഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞ ഇയാൾക്കൊരു ബോധം, വീട്ടിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇയാൾ ഓടിക്കളിച്ച് വന്ന് നോക്കുമ്പോഴേക്ക് കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? വീട് മുഴുവൻ കത്തി ചാമ്പലായിട്ടുണ്ട്. വീട്ടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഉമ്മ ഒരു ഭാഗത്ത്, കുഞ്ഞു ഒരു ഭാഗത്ത്. ഈ കുട്ടി ആ വാഴയുടെ ചോട്ടിൽ ഇങ്ങനെ വീണ് കിടക്കുക. പെട്ടെന്ന് തന്നെ ആളുകളൊക്കെ വന്നു, ഓടിക്കൂടി ഉമ്മായെയും കുട്ടിയെയും എടുത്തിട്ട് സംരക്ഷിച്ചു. അപ്പൊ ബഷീറിന്റെ ജനനം തന്നെ വേണമെങ്കിൽ എടുത്തേക്കെന്നാ പറയാം, പ്രകൃതിയിലേക്കാണ് ബഷീറിന്റെ ജനനം എന്ന് വേണമെങ്കിൽ പറയാം.